അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞു മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. ഏറ്റവും അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. സെക്രട്ടേറിയറ്റിൽ ഒരു CPM നേതാവ്, നന്ദകുമാർ എന്നാണ് എന്റെ ഓർമ്മ, തെറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്റെ ഓർമ്മ, അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ നിർവാഹമില്ല എന്ന മറുപടി എന്റെ ഓഫീസിലിരിക്കുന്നത് തിരുവനന്തപുരത്ത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സെക്രട്ടേറിയറ്റിലെ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല. ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ, ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവര് വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അതൊക്കെ നിങ്ങൾ ഇത് കൊടുക്കുമ്പോ അതുകൂടി കൊടുത്താൽ മതി. ഞാനതിപ്പോ പറയുന്നില്ല. ഇപ്പൊ അവരൊരു ഇരയായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് അവര് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ തൊട്ടപ്പുറത്ത് ഇട്ടുകൊടുത്താൽ മതി. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരെതിരെ നടപടിയെടുക്കാത്ത CPM-മാർ ഞങ്ങളെ കണ്ടുപഠിക്കണം. CPM ഒരു വിജയത്തെ ബാധിക്കില്ല. ഇതാണ് ജനങ്ങൾ പറയുന്ന. ഇതാണ് UDF കണ്ടോ? മണിക്കൂറുകൾക്ക് നടപടിയാണ്. ഇതാണ് ചോദ്യം. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ലതിക സുഭാഷിനെതിരെ VS അച്യുതാനന്ദന്റെ പരാമർശം എത്ര എണ്ണമാണ്? ഒരു അര ഡസനാണ് ഞാനിപ്പോ പറഞ്ഞത്, അര ഡസൻ. പിന്നെ നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, നിങ്ങളുടെ സഹോദരിമാർക്കെതിരായി നടത്തിയ പരാമർശം ഇല്ലേ? ഞങ്ങളെന്താ പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, സ്ത്രീകൾക്കെതിരായി പോസ്റ്റുകൾ വന്നപ്പോ ഞാനാണ് പരസ്യമായി പറഞ്ഞത്, ഒറ്റ UDF-കാരനും ഒറ്റ കോൺഗ്രസുകാരനും അവർക്കെതിരായിട്ട്, ഈ സ്ത്രീ അതിജീവിതകൾക്കെതിരായിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരാമർശം സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങളാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ മുഖ്യമന്ത്രി പറയുന്ന ഇരട്ടത്താപ്പല്ല ഞങ്ങൾക്ക് ഈ നിലപാട്. ഞങ്ങളുടെ നിലപാട് ശക്തമാണ്. ഒരു വിട്ടുവീഴ്ചയില്ല അതിന്റെ